നമ്മുടെ ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 1-2 മാസത്തോളം ആയില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ലെവൽ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഞാനിപ്പം ഇത്ര നേരം ഇരുന്ന് പഠിച്ചാൽ എനിക്ക് പറ്റത്തില്ല, അതായത് ഇത്ര നേരം ഈ ഒരു വട്ടം വായിച്ചാൽ മാത്രം ഞാൻ ഓർത്തിരിക്കത്തില്ല, അല്ലെങ്കിൽ 2 വട്ടം വായിച്ചാലും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കാണ് നിങ്ങളുടെ ലെവൽ മനസ്സിലാവുന്നത്. നമ്മളിപ്പം മറ്റേ അവൾ ഒരു വട്ടം വായിച്ചിട്ട് അവൾക്ക് ഓർത്ത് നിൽക്കുന്നു, ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കരുത്. നമ്മുടെ ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് എനിക്കിത് 3 വട്ടം വായിച്ചാലേ എൻ്റെ മനസ്സ് നിൽക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3 വട്ടം രീതിയിൽ നമുക്ക് വേറൊരാളുടെ കാര്യം നോക്കാം. അവളും പഠിച്ച് കയറുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്കും പറ്റും. നമ്മുടെ അതേ പൊട്ടൻഷ്യലൊക്കെ ഉള്ള ആ കൊച്ചിന് പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും പറ്റും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും നല്ല പോസിറ്റീവ് മൈൻഡിലൂടെ മാത്രമേ എടുക്കാവുള്ളൂ. നമുക്കിനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം, നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഈ കമ്പാരിസണും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ എന്നല്ലാതെ വേറൊരു കാര്യവും തരാൻ പോകുന്നില്ല. പിന്നെ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിപ്പീറ്ററോ അല്ലെങ്കിൽ റിപ്പീറ്ററോ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. നമ്മൾ അതൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അഡ്മിഷൻ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഫുള്ള് കോട്ട നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, രാജസ്ഥാനിലെ കോട്ടയായിരുന്നു ഫുൾ സീറ്റും ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഭൂരിഭാഗം ആകാശമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫിസിക്സ് വാല എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നോർത്ത് ഇന്ത്യയിൽ ഒരു റെവല്യൂഷൻ സൃഷ്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ സാറിന് ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോൾ ഉള്ള സാറിൻ്റെ ആ ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതിനകത്ത് സാർ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇനി പറ ഫിസിക്സ് വാലയ്ക്ക് റിസൾട്ട് ഇല്ലെന്ന് അങ്ങനെ സാറ് പറയുന്നുണ്ട് അവസാനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്തത് നോർത്ത് ഇന്ത്യയിൽ ഒരു റവല്യൂഷൻ തന്നെയായിരുന്നു. ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഇവിടുത്തെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഓഫ്ലൈനായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ എന്തായാലും ഒരു ഓൾമോസ്റ്റ് 2 lakhs നമ്മുടെ കയ്യിൽ നിന്ന് പോകും. മനസ്സിലായോ? കയ്യിൽ നിന്ന് ചിലവായി പോവും. അതുപോലെ തന്നെ ഇപ്പം കോട്ട, അതേസമയം രാജസ്ഥാനിലെ കോട്ട ആകാശമൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം 4 ലക്ഷം അല്ലെങ്കിൽ 3-3.5 ലക്ഷം രൂപ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ആ ഒരു സാഹചര്യത്തിലാണ് ഫിസിക്സ് വാല നോർത്ത് ഇന്ത്യയിൽ ഒരു റെവല്യൂഷൻ സൃഷ്ടിക്കുന്നത്. സാറ് വെറും 999 രൂപയ്ക്കാണ് സാറിൻ്റെ ആദ്യത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അത് സാറും അത്യാവശ്യം കുറച്ച് ആളുകളുമായിട്ട് ഇപ്പോൾ സാറിൻ്റെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയിലെ തന്നെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഫാക്കൽറ്റീസിനെ വെച്ചിട്ടാണ് സാർ ഇത് റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്ന് പറയണം. ഇപ്പോൾ ഫിസിക്സ് വാലയുള്ള പിള്ളേർക്ക് സെലക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതേ രീതിയിൽ അതേപോലെ ഫോക്കസ് ചെയ്തിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിറ്റർമൈൻഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഗുഡ് സ്ട്രാറ്റജിക്കൽ ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫോക്കസും കൂടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫിസിക്സ് വാലയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പഠിച്ച് കയറാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സംഭവം ഓൺലൈനാണ്. അപ്പോൾ അറിയാലോ നല്ലൊരു ഓൺലൈൻ ആണെങ്കിലും നമുക്ക് തന്നെ നല്ലൊരു സ്ട്രാറ്റജി വേണം. അതിപ്പോൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നമുക്കൊരു സ്ട്രാറ്റജി വേണം. അതിൻ്റെ കൂടെ ഓൺലൈൻ ആകുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമുക്ക് നല്ല രീതിയിൽ ഫോക്കസ് വേണം, കാരണം ഉഴപ്പി പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഫിസിക്സ് വാലയുടെ ആദ്യത്തെ ബാച്ചിനെ പറ്റി പറയുകയാണ്. അപ്പോൾ അർജുന ബാച്ച് നീറ്റ് 3.0 ഇതെന്ന് പറയുന്നത് 11th പഠിച്ചുകൊണ്ട് നീറ്റ് കോച്ചിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് 11th പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ കോച്ചിങ്ങും കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് പറയുന്നത് 4900 ആണ്. പക്ഷേ ഇപ്പോൾ ഓഫർ നടക്കുന്നുള്ളത് കൊണ്ട് 4200 നമുക്ക് കിട്ടും. പിന്നെ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള ഡോക്ടർ യൂണിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ അടുത്ത ബാച്ചിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ലക്ഷ്യ ബാച്ചാണ് കേട്ടോ. അതാണെങ്കിൽ നമുക്ക് ക്ലാസ് 12th കൂടെ കോച്ചിങ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. 4900 ആണ് ശരിക്കുള്ള പ്രൈസ്. പക്ഷേ ഇപ്പോൾ ഓഫർ നടക്കുന്നതുകൊണ്ട് നമുക്ക് 4200 കിട്ടും. മാത്രമല്ല എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള ഡോക്ടർ യൂണിക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ബാച്ച്, യാക്കിൻ ബാച്ച് 4.0 നീറ്റ് 2025 വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ വെച്ചിട്ട് നമുക്ക് 650 മാർക്കില്ലെങ്കിൽ എവിടെ അഡ്മിഷൻ കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ 650+ മാർക്കാണ് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും യാക്കിൻ ബാച്ചിൻ്റെ 2025. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതെല്ലാം ഇംഗ്ലീഷ് ബാച്ചാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ തന്നെ ഹിന്ദി അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കേരളൈറ്റ്സ് ആയതുകൊണ്ടും നമ്മൾ ഇത്രയും കൂടെ ഇംഗ്ലീഷിലും മലയാളത്തിലും അല്ലേ കംഫർട്ടബിൾ ആയിട്ട് വരുന്നത്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ തന്നെ ഹിന്ദി ബാച്ചസും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാക്കിൻ ബാച്ചിൻ്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ യാക്കിൻ ബാച്ചിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ടാകും. അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ തന്നെ ഒരു ക്വിസ് ഫോമാറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷനും കാര്യങ്ങളുമാണ്.
അപ്പോൾ നമ്മൾ 3 ബാച്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുന ബാച്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലക്ഷ്യ ബാച്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാക്കിൻ ബാച്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലും ഈ 3-ൽ നിങ്ങൾ ഏത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും അത് നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ 11th പഠിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ കൂടെ നീറ്റ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അർജുന ബാച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. 12th ആണെങ്കിൽ ലക്ഷ്യ എടുക്കുന്നതായിരിക്കും നല്ലത്. ഡ്രോപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് യാക്കിൻ ബാച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൽ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ കൂടെ മൊഡ്യൂൾസ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ PDF നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഫിസിക്സ് വാല ആപ്പ് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുന്നതാണ്. പിന്നെ എല്ലാത്തിനെ പറ്റിയിട്ടും ഉള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ പറയാനായിട്ടാണെങ്കിൽ നേരത്തെ ഫിക്സ് ചെയ്തൊരു ഷെഡ്യൂൾ പ്രകാരം എല്ലാ വീക്കിലും നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കോമ്പറ്റീഷൻ നിൽക്കുന്നൊരു കാലത്ത് ഇത്രയും ഒരു ചെറിയ ഫീസിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ഇന്ത്യയിലെ ടോപ്പ് ഫാക്കൽറ്റീസിനെ വെച്ചിട്ടാണ് അവർ നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇൻ കേസ് ഹിന്ദിയാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, മലയാളികളാണെങ്കിലും കുറച്ച് പേർക്ക് ഹിന്ദിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും കംഫർട്ടബിൾ. അവർക്കാണെങ്കിൽ അർജുനയുടെ തന്നെ ഹിന്ദി ബാച്ച് ഉണ്ട്, ലക്ഷ്യയുടെ ഹിന്ദി ബാച്ച് ഉണ്ട്, യാക്കിൻ്റെ ഹിന്ദി ബാച്ച് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വേണമെങ്കിൽ വേറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിൽ അതിന് വേറെ ഒരു ഇതുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് നിങ്ങളൊരു റിപ്പീറ്റർ അല്ലെങ്കിൽ റിപ്പീറ്റർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മളത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത് കമ്പാരിസൺ ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മുടെ പഠിത്തത്തിലല്ല, ഏതൊരു കാര്യത്തിൽ നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഇതിനെ പോയിന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂംമേറ്റുമായിട്ട് കമ്പയർ ചെയ്യും, വയലിലൂടെ കോറിഡോറിലൂടെ നടന്ന് പഠിക്കുന്ന പിള്ളേരുമായിട്ട് കമ്പയർ ചെയ്യും. ഇപ്പോൾ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളൊരു മന്ദബുദ്ധി എന്നുള്ളൊരു ഫീല് വന്നു തുടങ്ങും. ഇപ്പം നല്ലൊരു രീതിയിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, അവൾക്ക് അത്ര മാർക്കുണ്ട് നമുക്ക് അത്രയും കൂടെ മാർക്ക് മേടിക്കണം എന്നുള്ള രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷേ ഇത് ആ ഒരു രീതിയിലും അതുപോലെ തന്നെ നമ്മളെ പിന്നോട്ട് വലിക്കാനും ഒരേപോലെ ഇതാവും. അതായത് അവൾക്ക് അത്ര മാർക്കുണ്ട്, അവൾ അത്ര നേരം പഠിച്ചുള്ളൂ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ബുദ്ധിയില്ല, ഞാനൊരു മന്ദബുദ്ധിയാണ്, അങ്ങനെ നമ്മൾ ചിന്തിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയി. നമ്മളെപ്പോഴും നമ്മുടെ കാര്യം നോക്കുക. നമ്മൾക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വേറൊരാളുടെ കാര്യം നോക്കാം. അവളും പഠിച്ച് കയറുന്നുണ്ട്, അങ്ങനെയാണ് നമുക്കും പറ്റും. നമ്മുടെ അതേ പൊട്ടൻഷ്യലൊക്കെ ഉള്ള ആ കൊച്ചിന് പറ്റുന്നുണ്ടെങ്കിൽ നമുക്കും പറ്റും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യവും നല്ല പോസിറ്റീവ് മൈൻഡിലൂടെ മാത്രമേ എടുക്കാവുള്ളൂ. നമുക്കിനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം, നമ്മളെ കൊണ്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഈ കമ്പാരിസണും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ടെൻഷൻ എന്നല്ലാതെ വേറൊരു കാര്യവും തരാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 1-2 മാസത്തോളം ആയില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ലെവൽ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഞാനിപ്പം ഇത്ര നേരം ഇരുന്ന് പഠിച്ചാൽ എനിക്ക് പറ്റത്തില്ല, അതായത് ഇത്ര നേരം ഈ ഒരു വട്ടം വായിച്ചാൽ മാത്രം ഞാൻ ഓർത്തിരിക്കത്തില്ല, അല്ലെങ്കിൽ 2 വട്ടം വായിച്ചാലും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കാണ് നിങ്ങളുടെ ലെവൽ മനസ്സിലാവുന്നത്. നമ്മളിപ്പം അവൾ ഒരു വട്ടം വായിച്ചിട്ട് അവൾക്ക് ഓർത്ത് നിൽക്കുന്നു, ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കരുത്. നമ്മുടെ ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് എനിക്കിത് 3 വട്ടം വായിച്ചാലേ എൻ്റെ മനസ്സ് നിൽക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 3 വട്ടം വായിച്ചിട്ട് പോകാവുള്ളൂ. 3 വട്ടം വായിക്കാനുള്ള സമയം നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ നമ്മുടെ ലെവൽ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഇത്രയും പഠിച്ചാലേ നമുക്ക് ഇത്രയും മാർക്ക് കിട്ടത്തുള്ളൂ, ആ ഒരു രീതി നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ഇട്ടാലും നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആ ഒരു ലെവൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കുക. ഇനി ഇതുവരെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി ചിന്തിച്ച് നോക്കുക. 2 വട്ടം വായിച്ചാലൊന്നും എൻ്റെ മനസ്സ് നിൽക്കുന്നില്ല, അപ്പോൾ 3 വട്ടം വായിക്കണം. ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടും എനിക്ക് ശരിയാവുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ ആ ഒരു ലെവൽ, നിങ്ങളുടേതായിട്ടുള്ളൊരു ലെവൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ 3ാമത്തെ കാര്യം ഓവർ കോൺഫിഡൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് 600 മാർക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 660 മാർക്ക് കിട്ടുന്നുണ്ട്, 700 മാർക്ക് കിട്ടുന്നുണ്ട് എന്ന് വിചാരിച്ച് എനിക്കങ്ങ് നീറ്റ് കിട്ടും, അങ്ങനെ വിചാരിച്ചിരിക്കരുത്. അങ്ങനെ വിചാരിച്ചിരുന്നാലും പോയി. നമ്മളെല്ലാം ഒരു ഇപ്പം നമ്മൾ പറയത്തില്ലേ അമൃത് അമിതമായാലും വിഷമാണെന്ന്. അതുപോലെ തന്നെ നമ്മൾ എല്ലാം ഒരു ലെവലിൽ കീപ്പ് ചെയ്യാൻ നോക്കുക. ഓവർ കോൺഫിഡൻ്റ് ആവാതിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എക്സാം ഹോളിലൊക്കെ പലതും സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം നല്ല രീതിയിൽ ദൈവവിശ്വാസത്തോടെ ആ ഒരു ഓവർ കോൺഫിഡൻസ് എന്നുള്ള സംഭവം നമ്മുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ കളയുക. നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതാണ് 3ാമത്തെ കാര്യം, ഓവർ കോൺഫിഡൻസ് കളയുക. പിന്നെ 4ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പഠിക്കാൻ നോക്കുക. എല്ലാ ദിവസവും ഒരു മിനിമം നിങ്ങളൊരു ഷെഡ്യൂൾ വയ്ക്കുക, ഒരു ടൈം വയ്ക്കുക. അതായത് 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഞാൻ പഠിക്കും എന്നുള്ളൊരു ഇത് വയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകാം. ഇന്ന് 10 മണിക്കൂർ പഠിച്ചു, നാളെ 2 മണിക്കൂർ പഠിച്ചു, അങ്ങനത്തെ കാര്യം കൊണ്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നിങ്ങൾ 10 മണിക്കൂർ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഉറക്കം വരുന്നത് ചിലപ്പോൾ 1 മണിക്കാണെന്ന് വെച്ചോ, ചുമ്മാ ഒന്ന് അപ്രോക്സിമേറ്റ് വെച്ചോ 1 മണിക്കാണ്. പിറ്റേ ദിവസം നിങ്ങൾ
2 മണിക്കൂർ പഠിച്ചിട്ട് പോയി കിടന്നാലും നിങ്ങൾക്ക് ഉറക്കം വരത്തില്ല. ഈ ഒരു നമ്മൾ കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ വേണം നമ്മളിപ്പം ഒന്ന് മേക്ക് ചെയ്തെടുക്കാൻ. അതിനായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും പഠിക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര നേരം ക്വസ്റ്റ്യൻസ് ചെയ്യാമല്ലോ. ഈ വയ്യാഴികയൊക്കെ വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ക്യൂസ് എന്ന് പറയാനായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ പഠിക്കാതെ ഇരിക്കരുത്. ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചിട്ട് അടച്ചു വെച്ചിട്ട് കിടന്നുറങ്ങുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഒരു ദിവസം പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മടി, ആ ഒരു ഫീലിംഗ് ഒക്കെ നമുക്ക് വന്നു തുടങ്ങും. അത് നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾക്ക് നല്ല രീതിയിൽ ദോഷം ചെയ്യും. അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വായിക്കാൻ നോക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. അതാകുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ചില ദിവസം നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ പോലും നമ്മൾ 5 മണിക്ക് സ്ഥിരം എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ 5 മണിക്ക് എഴുന്നേൽക്കും. അലാമിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക. പിന്നെ വേറൊരു കാര്യം, കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി നമ്മൾ ഈ പല ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യത്തില്ലേ, അപ്പോൾ നമ്മളിതെല്ലാം എവിടെയെങ്കിലും എഴുതി വെക്കണോ, അല്ലെങ്കിൽ നമ്മളിതൊക്കെ ഓർക്കുമോ എന്നുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മളിങ്ങനെ പല ബുക്കിൽ നിന്ന് എടുത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് റിപ്പീറ്റഡായിട്ട് തെറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇല്ലേ. അതായത് നമ്മൾ ഇവിടെ ചെയ്തിട്ട് തെറ്റി, പിന്നെ നമ്മൾ വേറൊരു സാഹചര്യത്തിൽ നിന്ന് തെറ്റിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നത്തില്ല? ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതെന്തായാലും ഞാൻ മറ്റേ രീതിയിൽ ആലോചിക്കത്തുള്ളൂ, അന്നേരം എനിക്ക് ഈ ഓപ്ഷനേ കിട്ടത്തുള്ളൂ, പക്ഷേ അതല്ല, ഈ ഓപ്ഷനാണ് ശരി. അങ്ങനെ തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഇല്ലേ, അത് നിങ്ങളൊരു ബുക്ക് എടുത്ത് എഴുതി വെക്കാൻ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ മിസ്റ്റേക്ക് നമുക്ക് ചിലപ്പോൾ നീറ്റിന് റിപ്പീറ്റ് ചെയ്യാം. അതുകൊണ്ടല്ലേ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും തെറ്റി പോകുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എന്ന് വെച്ചാൽ സകലമാന ക്വസ്റ്റ്യൻസും കൂടെ എഴുതി വെക്കാനെന്നല്ല, നിങ്ങളൊരു മിസ്റ്റേക്ക് ബുക്ക്, ഒരു ബുക്ക് എടുത്ത് വലിയ ബുക്ക് എടുത്ത് കീപ്പ് ചെയ്യുക. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ സാഹചര്യത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എഴുതി വെക്കുക. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എക്സാം സമയത്ത് നമുക്ക് ഈ 10, 12, 20 ബുക്ക് എടുത്ത് വായിച്ചു ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരത്തില്ല. ഈ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ബുക്കിൽ എനിക്ക് ഇത് മാത്രമേ ഉള്ളായിരുന്നു സീനായിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ബുക്ക് വെക്കുക. പിന്നെ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്നവർക്കാണെങ്കിലാണ് ഈ പറയുന്ന കാര്യം, ഇപ്പോൾ ബ്രില്യൻറ്റിലോ സൈലത്തിലോ ഫിസിക്സ് വാലയിലോ എവിടെ റിപ്പീറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് ഉറപ്പായിട്ട് എഴുതിയേ പറ്റും. അതായത് ഒരു ടെസ്റ്റ്, ഒരു വീക്കിൽ നമ്മൾ ഒരു ടെസ്റ്റെങ്കിലും അറ്റൻഡ് ചെയ്തേക്കണം. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവർക്ക് അത് ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങളിപ്പോൾ എഴുതണ്ടെന്ന് വിചാരിച്ചാലും നമുക്ക് എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ സ്കീം. സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒരു വീക്കിൽ ഒരു ടെസ്റ്റെങ്കിലും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഒരു ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ മാത്രം നല്ല ഉദ്ദേശിച്ചത്, ഫിസിക്സ് ഒരു ചാപ്റ്റർ, കെമിസ്ട്രി ഒരു ചാപ്റ്റർ, ബയോ ഒരു ചാപ്റ്റർ, അങ്ങനെ ഒരു ടെസ്റ്റ് ഒരു വീക്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലടാ, നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതിനകത്താണ് ആ ഒരു കാര്യം ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലൈഫിലാണെങ്കിൽ തന്നെ നമ്മൾ പറയും, നമ്മൾ എത്രത്തോളം തിയറി പഠിച്ചിട്ടും കാര്യമില്ല, നമുക്ക് നല്ല പ്രാക്ടിക്കൽ നോളജ് വേണം. അതുപോലെ തന്നെയാണിത്. നമ്മൾ എത്ര കിടന്ന് കലവില വായിച്ച് പഠിച്ചിട്ടും കാര്യമില്ല. നമുക്ക് നല്ല ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് വരണമെങ്കിൽ നമ്മൾ മിനിമം ഒരു ടെസ്റ്റ് എങ്കിലും ഒരു വീക്കിൽ അറ്റൻഡ് ചെയ്ത് പോയാലേ പറ്റത്തുള്ളൂ. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, സ്റ്റോപ്പ് മേക്കിംഗ് എക്സ്ക്യൂസ്. എനിക്ക് വയറുവേദന ആയതുകൊണ്ട് അമ്മയെ മാർക്ക് കുറഞ്ഞ്, എനിക്ക് തലവേദന ആയതുകൊണ്ട് അമ്മയെ മാർക്ക് കുറഞ്ഞ്, എനിക്ക് പനി പിടിച്ചുകൊണ്ട് അമ്മയെ മാർക്ക് കുറഞ്ഞ്, അല്ലെങ്കിൽ എനിക്ക് ആ ചാപ്റ്റർ ഭയങ്കര ടഫ് ആയതുകൊണ്ട് അമ്മയെ മാർക്ക് കുറഞ്ഞ്. ഈ ലാസ്റ്റ് പറഞ്ഞ സംഭവം പിന്നെയും വേണ്ടിയില്ല, നമുക്കത് ഒത്തിരി പഠിക്കാൻ പാടായിരുന്നു, അതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞ്. എന്നാലും നമ്മൾ പരമാവധി എക്സ്ക്യൂസ് ഉണ്ടാക്കാതിരിക്കുക. ഈ എക്സ്ക്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ചെറിയ എക്സാംസിന് വരെ നമ്മൾ എക്സ്ക്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീറ്റിന് ഇൻ കേസ് ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു വലിയൊരു എക്സ്ക്യൂസ് ഉണ്ടാക്കിയിട്ട് നമ്മളത് നമ്മുടെ പേരൻസിൻ്റെ തലയ്ക്ക് കൊണ്ടങ്ങ് വെക്കും. അത് ശരിക്കും പറഞ്ഞാൽ ചെയ്യരുത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫാണ്. ആ ഒരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും വേണം. നമ്മൾ വല്ലവർക്കും വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എക്സ്ക്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തുവാ, നമുക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പം നമുക്ക് 7 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാൻ വയ്യ, ചിലപ്പോൾ എനിക്ക് വയറുവേദനയാണ്, പക്ഷേ എന്തായാലും നമുക്ക് 12 മണിക്ക് എക്സാം എഴുതിയല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ 7 മണിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 7 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്നതല്ലേ നല്ലത്. വയ്യെങ്കിലും നമ്മളാണ് അതിൻ്റെ ആ ഒരു ഔട്ട്കം ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സംഭവം അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെയാണ് ബാധിക്കുന്നത്. നമുക്ക് നല്ലൊരു സീറ്റാണ് കിട്ടാതാവുന്നത്, നമുക്ക് നല്ലൊരു ലൈഫാണ് ഇല്ലാതാവുന്നത്. അതെപ്പോഴും നിങ്ങൾ ആലോചിക്കണം. നമ്മളെല്ലാം നമുക്കിപ്പം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വല്ലോടൻ തലയ്ക്ക് കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫല്ലേടാ. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇപ്പോഴൊക്കെ നമുക്ക് ഈ പേരൻസിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണും. പക്ഷെ ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് വേണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യണം. അങ്ങനെയല്ലേ നമ്മുടെ ആ ഒരു സിസ്റ്റം പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സ്ക്യൂസ് ഉണ്ടാക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും വേണം. നമ്മൾ വല്ലവർക്കും വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ എക്സ്ക്യൂസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ പഠിത്തത്തിലേക്ക് കൊണ്ടുവരികയേ ചെയ്യരുത്. വയറുവേദനയോ തലവേദനയോ എന്നാലും നമ്മൾ അതൊക്കെ മാറ്റിവെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ വലിയ വേദനകളുണ്ടെങ്കിലും കടിച്ചു പിടിച്ച് പഠിക്കണം എന്നല്ല, എന്നാലും നമ്മുടെ ലൈഫാണ്, നമുക്ക് കഷ്ടപ്പെട്ടാലേ എന്തായാലും കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കണം.
പിന്നെ ചാടി കയറി ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. ചാടി കയറി ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ഓൺലൈൻ പഠിക്കുന്നവരായിരിക്കും, എനിക്കിത് പറ്റുന്നില്ല, വീട്ടിൽ ഇരുന്ന് പഠിച്ചിട്ട് ശരിയാവുന്നില്ല, എന്നാൽ പിന്നെ ഓഫ്ലൈൻ ആവാം. ചാടി കയറി പെട്ടെന്ന് ഓഫ്ലൈനിലോട്ട് ചാടും. അവിടെ ചെല്ലുമ്പോൾ വീണ്ടും പെടും. അവിടെ പഠിക്കുന്നത് കാണുമ്പോൾ ഇവിടെ പഠിക്കുന്നത് കാണുമ്പോൾ ടെൻഷൻ കയറുന്നു, വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നത് നല്ലത്. ഇത് നേരെ തിരിച്ചും സംഭവിക്കാം. ഓഫ്ലൈൻകാർക്ക് പിള്ളേർ അവിടെ നിന്ന് പഠിക്കുമ്പോഴത്തേക്കും ടെൻഷൻ കയറിയിട്ട് എന്നാൽ പിന്നെ ഞാൻ വീട്ടിൽ പോകും, എനിക്ക് ഓൺലൈൻ മതി, എനിക്ക് പറ്റത്തില്ല. എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കുന്നവരുണ്ട്. അവരെ കാണുമ്പോൾ എനിക്ക് തന്നെ ഇങ്ങനൊരു ഫീലിംഗാണ് വരുന്നത്. അയ്യോ, അങ്ങനെ ചെയ്യാതിരിക്കുക. പെട്ടെന്ന് ചാടിക്കയറി ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. ഇന്ന് എനിക്കെന്തോ ചെറിയ തലവേദന ഉണ്ട്, നാളെ ഞാൻ എക്സാം എഴുതുന്നില്ല, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാതിരിക്കുക. എന്നുവെച്ചാൽ ചാടിക്കയറി ഡിസിഷൻ എടുക്കാതിരിക്കുക. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു അഡൾട്ടായിട്ടുള്ളൊരു ഇൻഡിവിജ്വലാണ്. നിങ്ങൾക്ക് അത്യാവശ്യം സമയം എടുത്ത് ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് നമുക്ക് ആ ഒരു പെട്ടെന്നൊരു ഗട്ട് ഫീലിങ്ങിലൊന്നും പോയി ഒന്നും ചെയ്യാതിരിക്കുക കേട്ടോ. അത്യാവശ്യം സമയം എടുത്ത് ചിന്തിച്ചിട്ട് ഓരോ ഡിസിഷൻസും എടുക്കാൻ നോക്കുക. പിന്നെ അടുത്ത പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിപ്പോൾ പറയേണ്ട കാര്യമില്ല, എന്നാലും പറയാം. നമ്മൾ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഈ ലാസ്റ്റത്തെ ഒരു 3-4 മാസമാണ് നമ്മൾ മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ നമുക്കിത് കിട്ടണോ വേണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ പഠിക്കേണ്ടെന്നല്ല, ലാസ്റ്റത്തെ ഒരു 3-4 മാസം വേണമെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ ബ്രേക്ക് ചെയ്യാനും പറ്റുന്ന ഒരിതാണ്. നമ്മൾ ആ ഒരു സമയത്ത് നല്ല കട്ടക്കിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനും ഉഴപ്പിക്കഴിഞ്ഞാൽ പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ആ ഒരു ലാസ്റ്റ് 3-4 മാസവും കൂടെ നമ്മൾ കട്ടയ്ക്ക് പിടിച്ച് ഇരിക്കണം. പിന്നെ അവസാനത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, പഠിക്കുക. എങ്ങനെ വേണേൽ പഠിക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിന് നടന്ന് പഠിക്കുക, കിടന്ന് പഠിക്കുക, എങ്ങനെ വേണേൽ പഠിക്കുക. നമ്മളിത് എങ്ങനെയെങ്കിലും നേടിയെടുത്തിട്ട് തിരിച്ച് വരാവുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസിൽ അങ്ങ് പഠിക്കുക. ഇപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ഒരു കൊല്ലം നമ്മൾ എന്തായാലും ഇതിന് വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങി ഇനിയിപ്പോൾ പഠിച്ചങ്ങ് മറിക്കുക. അതേ ഉള്ളൂ നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ചത്ത് കിടന്നങ്ങ് പഠിക്കാൻ നോക്കുക, നമ്മളെ കൊണ്ട് പറ്റും. നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, റെസ്റ്റ് എടുക്കുക. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ച് തന്നെ അങ്ങ് കഷ്ടപ്പെടണം. കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു തിയറി നോളജും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്ക് പറ്റും. അപ്പോൾ കുറേ പേര് എൻ്റെ അനിയത്തിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് BDS കിട്ടിയിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവൾക്ക് അതിനോട് താല്പര്യമില്ല. അപ്പോൾ ആളൊരു സൂപ്പർ വുമണായിട്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. കുറേ പേര് എൻ്റെ അടുക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നു BDS എടുത്തിട്ട് പാർഷ്യൽ ഡ്രോപ്പ് പോലും ചെയ്യാമെന്ന്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൈനൊക്കെ അടയ്ക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അത് നല്ല രീതിയിൽ പഠിക്കാനുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പാർഷ്യൽ ഡ്രോപ്പ് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നല്ലൊരു കോഴ്സ് വേണ്ട എടുക്കാൻ. ഇത് ആൾക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് അവൾ സൂപ്പർ റിപ്പീറ്റിന് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എനിക്കും സന്തോഷമേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു അനിയത്തി ഉള്ളത് കൊണ്ടും ഞാനിത് പഠിച്ചത് കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും ആ ഒരു ഫീലിങ്സ് മനസ്സിലാവും. അവൾ കരയുന്നതും വിഷമം പറയുന്നതും ഒക്കെ എന്നോടാണ്. അപ്പം കുറേ പേര് എനിക്കിങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, കുറച്ച് പേര് വിളിക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിലൊന്നും എനിക്ക് എടുക്കാൻ പറ്റാറില്ല, കാരണം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ. എന്നാലും ഞാൻ പരമാവധി എല്ലാവർക്കും ഒക്കെ റിപ്ലൈ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കട്ടെ. ഞാൻ അവളെ കാണുന്ന പോലെയൊക്കെ തന്നെ നിങ്ങളെയും കാണുന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കും, നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും. കോൺഫിഡൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും വേണ്ടുന്നത്. നമുക്ക് ആരെന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.